എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ പകല് 3 ആളും ഉണ്ട്. ഉക്രപ്പനും ഉണ്ട്, കുട്ടൂസും ഉണ്ട്, മണിക്കുട്ടിയുണ്ട്. കാരണം പകല് 3 ആളും ഇവിടെ ഒരുമിച്ച് ഉണ്ടാവാറില്ല. കാരണം പകല് ഞങ്ങൾ ഉക്രപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടാറുണ്ട്. എന്താ വിഷമിച്ച് നിൽക്കുകയാണ് ഉക്രപ്പൻ, എന്താ പറ്റിയ കെട്ടിയിട്ടുണ്ടാകുന്നുണ്ട്. പകല് രാവിലെ ഉക്രപ്പനെ ഞങ്ങൾ ഉക്രപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടും. അപ്പോൾ ഉക്രപ്പൻ്റെ കൂടെ കുട്ടൂസും പോകും. ഉക്രപ്പൻ എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ കുട്ടൂസും പോകും. കുട്ടൂസിനെ കെട്ടിയിടാറില്ല, എന്നാലും ഉക്രപ്പൻ്റെ കൂടെ കുട്ടൂസ് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ഉക്രപ്പൻ എങ്ങനെയോ കെട്ടിയിട്ടത് കഴിഞ്ഞു പോകുന്നപ്പോൾ അതിൻ്റെ കൂടെ കുട്ടൂസും പോകുന്നുണ്ട്. അപ്പോൾ പകൽ ഇവിടെ ഇപ്പോൾ 3 ആളുണ്ട്. മണിക്കുട്ടി ഉണ്ട് അപ്പുറത്ത്, മണിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഈ 3 ആളും പകലിവിടെ ഉണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ 2 ആളെയും കെട്ടിയിട്ടിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ കോഴീനെ അഴിച്ചിട്ടിട്ടുണ്ട്. കോഴികളെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കോഴികളെ ഉപദ്രവിക്കും പോയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉക്രപ്പനെ ഇവിടെ കെട്ടിയിട്ട് ഞങ്ങൾ കുട്ടൂസിനെ ഇവിടെയും കെട്ടിയിട്ടു. മണിക്കുട്ടി പിന്നെ പ്രശ്നമില്ല, അവൾ കോഴീനെ ഒന്നും ഉപദ്രവിക്കില്ല. അപ്പോൾ അങ്ങനെ 3 ആളും കൂടിയുള്ള ഒരു പകലാണ് ഇന്ന്. ഉക്രപ്പന് പിന്നെ വേറെ ചെറിയൊരു കുസൃതിയും കൂടി ഉണ്ട്. അവൻ പുറത്തിങ്ങനെ റോട്ടിലൊക്കെ നടക്കുമ്പോൾ അവന് പറ്റാത്ത ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവൻ ഓടിയെത്തും. കുട്ടികൾ സൈക്കിളുമ്പോൾ പോകുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്ന ആൾക്കാരെയൊക്കെ ഓടിയെത്തും. അതുകൊണ്ട് പിന്നെ പകൽ ഞങ്ങൾ എന്തായാലും ഇവനെ കെട്ടിയിടും. രാത്രിയാകുമ്പോൾ പിന്നെ അത്ര പ്രശ്നമില്ല. അത് ഉക്രപ്പൻ്റെ വീട്ടിലൊരു അമ്മമ്മയുണ്ട്. അമ്മമ്മ പറയുന്നത് എന്താ വെച്ചാൽ ഉക്രപ്പനെ ഉപദ്രവിച്ചിട്ടുള്ളവരെ കാണുമ്പോഴാണ് ഈ ഓടിക്കുന്നതെന്നാണ്. ഉക്രപ്പൻ്റെ ചെറുപ്പത്തിലൊക്കെ ആൾക്കാർ കല്ലെടുത്തവരെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കാണുന്നവരെയാണ് ഉക്രപ്പൻ ഓടിക്കുന്നതെന്ന് പറയണത്. ഉക്രപ്പന് ഇപ്പം ഞങ്ങളുടെ ഒരു ഊഹം വെച്ചിട്ടൊരു 8 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ ഇവനായിട്ട് പരിചയമായിട്ടൊരു 3 കൊല്ലം ആവുന്നുള്ളൂ. ഇതുപോലെ ഒരു മഴക്കാലത്ത് ഒരു ദിവസം ഉക്രപ്പൻ ഇങ്ങനെ ഞങ്ങളുടെ കാർ പോർച്ചിൽ വന്ന് കിടക്കുകയായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് കിടന്നു. എന്തോ സുഖമില്ലാതെയൊന്നും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അവിടെ നിന്നാണ് ഞങ്ങൾ ഉക്രപ്പനായിട്ട് ചെറിയ പരിചയമാവുന്നത്. അങ്ങനെ പരിചയമായി ഇപ്പോൾ ഉക്രപ്പൻ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെയായി. അവർ രാത്രിയിൽ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നേരെ ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ആൾ പുറത്ത് പോകും. പിന്നെ എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് നേരം വെളുക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും. ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് പിടിച്ചിട്ട് ഉക്രപ്പനെ വീണ്ടും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടും. അങ്ങനെയാണ് ഉക്രപ്പൻ്റെ ഒരു റൂട്ടീൻ നടക്കുന്നത്. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഒരു കച്ചടയാക്കും. ഈ ചവിട്ടി ഇതിലൊക്കെ അവർ പുറത്തൊക്കെ പോയിട്ട് മഴയത്തൊക്കെ പോയിട്ട് ഓടി കളിച്ച് ആ ചളിയൊക്കെ ആയിട്ട് ചവിട്ടിയിൽ കൊടുന്ന് കയറ്റും. അതുപോലെ അവരുടെ ഈ രോമൊക്കെ ഇവിടെ കൊഴിഞ്ഞിട്ട് കംപ്ലീറ്റ് കച്ചടയാവും. എന്നാലും പിന്നെ ഞങ്ങൾ ഇവരായിട്ടുള്ളൊരു സ്നേഹം കൊണ്ട് ഇവരായിട്ട് ഇങ്ങനെ ഇതാക്കുന്നു. പിന്നെ കുട്ടൂസിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കെട്ടിയിടുന്നത്. അവൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവനെ കെട്ടിയിട്ടിട്ടുള്ളത്. ഇതുവരെ അവനെ ഒരാളും കെട്ടിയിട്ടിട്ടില്ല. അവനെ ടച്ച് ചെയ്യാൻ തന്നെ ആർക്കും സാധിക്കാറില്ല. കാരണം അവൻ ഇങ്ങനെ ഒരു തെരുവ് പട്ടി പോലെ വളർന്നു വന്നതാണ്. പിന്നെ ഉക്രുവിൻ്റെ പിന്നാലെ നടന്ന് ഞങ്ങൾ ഉക്രുവിൻ്റെ ബ്രദർ എന്നാണ് പറയുക. ഉക്രപ്പൻ്റെ ബ്രദറാണ് കുട്ടൂസ് എന്ന് പറയും. പക്ഷെ ആരും അങ്ങനെ തൊടാറുമില്ല, അവനെ തൊടാൻ അവൻ സമ്മതിക്കാറുമില്ല. ഇന്നിപ്പോൾ ഉക്രപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോഴീനെ അഴിച്ചിട്ട നേരമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർ കോഴീനെ ഉപദ്രവിക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ കുട്ടൂസിനെ കെട്ടിയിട്ടു. അവൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബന്ധനം അവന് ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു അസ്വസ്ഥത അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അവൻ കുറേ അത് കയറ് ഊരാനൊക്കെ നോക്കി, പറ്റിയില്ല. മണിക്കുട്ടിയുടെ കുട്ടികൾക്ക് 12 ദിവസമായിട്ടാണ് അവർ ഈ പാത്രത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടി തുടങ്ങി. പക്ഷെ കണ്ണിപ്പോഴും തുറന്നിട്ടില്ല. ഇനി കണ്ണ് തുറക്കാറായി ഉണ്ടാവും. കണ്ണ് കുറേശ്ശെ തുറക്കുന്നുണ്ട്. നേക്കൊക്കെ വരുന്ന തുടങ്ങി ഇരിക്കും. നേക്കൊക്കെ ഇങ്ങനെ ഷാർപ്പായി തുടങ്ങി. കണ്ണ് തുറന്നിട്ടില്ല, എന്നാലും ഇങ്ങനെ കുറേശ്ശെ തുറക്കാറായി തുടങ്ങിയിട്ടുണ്ട്. നാളേക്കും മറ്റന്നാളേക്കൊക്കെ തുറക്കും. കണ്ടില്ലേ, കുറേശ്ശെ തുറക്കാറായിട്ടുണ്ട്. ഇതാ മണിക്കുട്ടി ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇവർ ഈ പാത്രത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട്. ഉക്രപ്പൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്. എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് കണ്ടോ. എന്തോ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ഉക്രപ്പൻ നോക്കണത്. ഇവർ ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ചാടുന്നുണ്ട് കേട്ടാ. മണിക്കുട്ടി ഞങ്ങളുടെ അമ്മയുടെ മടിയിൽ കിടക്കുന്നുണ്ട്. മടിയിലാണ് അവൾ കിടക്കുന്നത്. കുട്ടികളൊന്നും അവൾ കെയർ ചെയ്യുന്നില്ല. അവിടെ ഇരുന്ന് കിട്ടിയപ്പോൾ മടിയിൽ വന്ന് കിടന്നു. ഉണ്ണിയോളെ എടുത്തേ ഇങ്ങോട്ട് വാ. അവളെ കൊണ്ട് പിടിച്ചിട്ട് പുറത്തേക്ക് കൂട്ടിലേക്ക് പിടിച്ചിട്ട്.
പാത്രത്തിലേക്ക് പിടിച്ചിട്ട് ഇന്ന് 12 ദിവസമായിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കണ്ണ് തുറക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് 3 കുട്ടികൾക്ക് ആളായിട്ടുണ്ട്. ഇനി 4 കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ ആർക്കാണ് കുട്ടികളെ ആവശ്യിച്ചെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അത് തരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. അതാ മണിക്കുട്ടി ഒരു കൊച്ചിനടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നു. അവൾ കൈകൊണ്ടും കാലുകൊണ്ടും വായുകൊണ്ടൊക്കെ കൂടിയിട്ട് അതിനെന്തൊക്കെയോ ചെയ്യുന്നു. വേറൊരു കുട്ടിയും പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. മണിക്കുട്ടി എന്തെന്ന് ചെയ്യണത്? എന്ത് ചെയ്യണ? കുട്ടിക്ക് വേദനയാവണമെന്നില്ല കേട്ടോ, അത് മിണ്ടണില്ല. നമ്മളൊക്കെ തുടർന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയും, ഇത് മിണ്ടുന്നില്ല. വേറൊരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്, അവർ പാല് നോക്കി പോവാണ്. ഇറങ്ങിയവർ പാല് നോക്കി പോവുക, അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മണിക്കുട്ടി കൊച്ചിനെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ കൊച്ചി കരയാണ്. പപ്പെടുക്കാം മാറി. അങ്ങനെയല്ല, എന്തിനാ എന്നെ കരയിപ്പിക്കണേ? പപ്പ് എടുത്തിട്ട് വെക്കാം കേട്ടാ. ഇവിടേക്ക് വെച്ചാൽ ഇവനെടുത്ത് വെക്കണം. അങ്ങനെ വെക്കാനാ? എന്തിനാ കരയിപ്പിക്കണം? നീ മെല്ലാൻ എടുക്കണ്ടേ? കുട്ടികളെ കരയിപ്പിച്ചിട്ട് എടുക്കുക. എല്ലാവരും പുറത്തേക്ക് ചാടി. ഇപ്പോൾ രണ്ടാളും കൂടി ബാക്കിയുള്ള 3 ആളും കൂടി 4 ആൾ പുറത്തേക്ക് ചാടി. ഇഴഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പോഴും നിന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. അവർ നിൽക്കേണ്ട ഒരു സമയമായിട്ടില്ല. തന്നെ ഇപ്പോഴും നമ്മുടെ കൊച്ചുങ്ങളും ചെറുപ്പത്തിൽ ഇഴയില്ലേ, അതുപോലെ ഇഴച്ചൽ കഴിഞ്ഞിട്ട് കമഴ്ന്നിട്ടൊക്കെ അല്ലേ ഇരിക്കുക. അതുപോലെ തന്നെ ഇവരുടെയും കാര്യങ്ങളുണ്ട്. ഇവർ എണീറ്റ് നിന്ന് തുടങ്ങിയിട്ടില്ല, തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഉക്കറപ്പനെയും കുട്ടൂസിനെയും മണിക്കുട്ടിയും കുഞ്ഞുങ്ങളെയും അതുപോലെ ഞങ്ങളുടെ തത്തകളെയും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. താങ്ക് യു.